നോക്കി നിക്കണൊന്നുമില്ല ചിന്നൂസേ. ഞാൻ ടീച്ചർ വരുന്നുണ്ടോ നോക്കിയതാ. എടി കുഞ്ഞിപ്പാത്തോ, ഇനി എന്തിനാ പോളെ വിളിച്ചത്? നമുക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ? എന്നാലും അതല്ലല്ലോടാ, ഈ കാലത്തിലിടയ്ക്ക് ഇനി ഇതുവരെ ആരും ഇങ്ങനെ ചതിച്ചിട്ടില്ല. കുഞ്ഞിപ്പാത്തോ എന്താ ചെറുക്ക ഒരു നേരെ കുഞ്ഞിപ്പാത്തോ വിളിച്ചോണ്ട് ടീച്ചറോട് പറഞ്ഞു കൊടുക്കോട്ടോ. ഇജി ടീച്ചറോട് പറഞ്ഞു കൊടുക്കാനി പറഞ്ഞു കൊടുത്തോ. പക്ഷേ ഇജി ചെയ്ത ഉപകാരം ഉണ്ടല്ലോ, ഞാൻ ഒരിക്കലും മറക്കൂല. ഇതിനുള്ള തിരിച്ചടി എനിക്ക് ഞാൻ തന്നിരിക്കും. പിന്നെ ഇജി തിരിച്ചടി തരുമ്പോ ഞാനിങ്ങനെ കൈ കെട്ടി നോക്കി നിക്കാം. ഇതേ കുഞ്ഞിപ്പാത്തോണ് കേട്ടോ. ഒരു കുഞ്ഞിപ്പാത്തോ ആയാലും വേണ്ട, വലിയ പാത്തായാലും വേണ്ട, ശരിയാക്കി തരാൻ ഞാൻ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കൂർക്ക. എടി ഇക്രു, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട കേട്ടോ. എടി ചക്കി, അവരെങ്ങനെ സന്തോഷിക്കണ്ടടി? അവർക്കൊരു പണി കൊടുക്കണ്ടേ നമുക്ക്? അതിന് എന്ത് പണി കൊടുക്കാനാടി? എടി പെണ്ണി, ഞാനൊരു സംഗതി മനസ്സിൽ കണ്ടിട്ടുണ്ട്. നീ എന്റെ കൂടെ നിന്നാ മതി. എന്താണെങ്കിലും പറയടി. അവള് നമ്മളെ കളിയൊക്കെ ചിരിച്ചതല്ലേ, അതിനുള്ള പണി അവർക്ക് കൊടുക്കണം. എന്നാലേ ഇന്റർവെൽ ആവട്ടെ, എന്നിട്ട് കാണിച്ചു കൊടുക്കാം അവർക്ക്. നമുക്ക് നോക്കിക്കോ, അവര് ഫുള്ള് മാർക്ക് വാങ്ങിയാലും അവർക്ക് അവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ആടി കിട്ടുന്നതിന്റെ രഹസ്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം. സത്യാണോ മീനു? ആടി പൊടിമോളെ ഇത് ചെറുക്ക, എന്നോട് ഞാൻ മനസ്സിലായി എപ്പോഴും അവിടെ നിന്നിട്ട് ഇങ്ങനെ പൊടിമോളെ എന്ന് വിളിച്ചരുതെന്ന്. അത് ശരി, ഏത് ശരി? ഇവിടെ ചെയ്യുന്നിട്ട് ആരാ നോക്കണത്? അന്റെ ഒരു പൊടിമോളെ. ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യാൻ പറ്റൂലെന്ന്, ഉപകാരം ചെയ്താൽ ഇതന്നെ കേക്ക. നീ പോടി ചെറുക്ക അവിടുന്ന്. ഒരു ഉപകാരം ചെയ്യുന്ന ആൾ വന്നിക്കണേ. അങ്ങനെ പറഞ്ഞു കൊടുക്ക് പൊടിമോളെ, അങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് വേണ്ടെങ്കി വേണ്ട. അന്റെ കുഞ്ഞാപ്പല്ലേ, ഓൻ എന്നെ വിളിച്ചാ ഞാനെന്നെ വിളിച്ചത്. ഓനിക്കൊരു സഹായം കൊട്ടിച്ചിട്ടേ ഓൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒച്ചറുണ്ടേ. ഓനക്ക് അത്രക്ക് ഒച്ചറുണ്ടല്ലോ വെച്ചിട്ട് ഞാനൊന്ന് വിളിച്ചതല്ലേ. എന്റെ കുഞ്ഞാപ്പുവാ അത്. പിന്നല്ലേ പൊടിമോളെ, എന്റെ മാർക്ക് കുറഞ്ഞത് ഇമ്മച്ചിനോട് പറയരുത് കേട്ടോ. എന്തിനിപ്പോ ഞാൻ പറയണത്? മീറ്റിംഗിന് വരുമ്പോ അമ്മച്ചി അറിയില്ല, അല്ലെങ്കിലോ നമുക്ക് മാർക്കില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞെടുക്കും കുഞ്ഞാപ്പുവോ അമ്മയിനോട്. ഇത് പറഞ്ഞെടുക്കുമ്പോഴേ അന്റെ മാർക്കും കൂടെ ഒന്ന് പറഞ്ഞെടുക്കോണ്ട് കേട്ടോ. ഇന്റെ മാത്രല്ല ഒരു പഠിപ്പിച്ചു വന്നിക്കണത്. ചിന്നു, എന്റെ അമ്മ എപ്പോഴും പറയും ഞാനേ ചിന്നുന്റെ ഒപ്പം കൂടിയിട്ടാണ് നല്ല കുട്ടിയായത് എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞോ? ആ ചിന്നു, ഞാൻ ആദ്യം പഠിച്ചിരുന്നില്ലല്ലോ, അത് എനിക്ക് മാർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ചിന്നു സമ്പിന്റെ ഒപ്പം കൂടിയിട്ടാണ് ഞാൻ നല്ലോണം പഠിച്ചത് തൊട്ടിന്ന് എന്റെ അമ്മ അച്ഛനോടൊക്കെ പറയലുണ്ട്. സത്യായിട്ടും? ആ ചിന്നു, ഇത് പെണ്ണെ മതി ചിരിച്ചത്. ഒരു ചെറിയ അണ്ട വിചാരിച്ചു നോക്ക് ഫുള്ള് മാർക്കാണെന്ന്. ഇച്ചേ ഈ പ്രാവശ്യത്തെ മാർക്ക് കുറഞ്ഞാലേ ഇത് പേടിച്ചണ്ട. അടുത്ത തവണ ഞാൻ ഫുള്ള് മാർക്ക് വാങ്ങും, നോക്കിക്കോ. പിന്നെ അതിപ്പോ ഞാനും വാങ്ങും. ഇന്ന് നോക്കടാ, നോക്കാം. ഇതാണ് ഞാനാണ് ഫസ്റ്റ് വാങ്ങാന്നേ. നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് കാണാട്ടോ. എടാ ഇക്രു, നീ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട കേട്ടോ. ആരും വെല്ലുവിളിക്കാതെ നിൽക്കണ്ട. ഇതൊന്നും മിണ്ടാതിരുന്നപ്പോ ഓൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്, അഹങ്കാരം. ഹായ് ചിന്നു, നമുക്ക് പോയിട്ട് എന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കാം എനിക്ക് നല്ല മാർക്ക് കിട്ടിയത്. എന്നതാ? എനിക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങണം കടയിന്ന്. ചിന്നു, ഇച്ച് വാങ്ങി തരുമോ? ഇല്ല കുഞ്ഞാപ്പോ, പൈസ അങ്ങോട്ട് എടുത്തോ. എന്റെ അടുത്ത് കുറച്ച് കാശേ ഉള്ളൂ, എനിക്ക് വാങ്ങാനുള്ളതുള്ളൂ. ചിന്നു, ഞാൻ വാങ്ങുമ്പോഴേ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചു വരൂല്ലോ ചോക്ലേറ്റ്. തരൂല കേട്ടോ ഞാനപ്പോ. ഇത് പോരി ചെറുക്കാം. മിന്നു വാ, നമുക്ക് പുറത്തു പോകാം. നീ ചക്കി, അവരൊക്കെ പുറത്തു പോട്ടെ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. എന്തിനു മീനു? ഇന്റർവെൽ അല്ലേ, നമുക്ക് പുറത്തു പോവാം. അവിടെ നിക്ക് പെണ്ണേ, കാര്യണ്ട്. നീ എന്തിനാ മീനു അവളുടെ പേപ്പർ എടുത്തേക്കുന്നേ? ഞാൻ പറയുന്നത് കേക്ക് ചക്കി. എന്നോട് വേഗം പറ. എത്ര നേരം ഞാൻ ചോദിക്കണു, ഒന്നും മിണ്ടാതെ ഞാൻ നടന്നാൽ ഇങ്ങനെ ഞാൻ അറിയാ. എന്നാ നീ കണ്ടോ ഈ പേപ്പർ ഇല്ലേ? ആ, അത് തക്കടുവാടെ പേപ്പർ അല്ലേ? ഇത് നിനക്കെന്തിനാ? ഈ പേപ്പർ ഇല്ലേ, ഇത് തൽക്കാലം എന്റെ കയ്യിലിരിക്കട്ടെ. എന്തിനാടി പെണ്ണേ അവളുടെ പേപ്പർ നിനക്ക്? എടി പെണ്ണേ, അവളുടെ പേപ്പറിന് പകരം ഞാൻ എന്റെ പേപ്പർ വെച്ചാലോ? അവളുടെ അമ്മ അവൾക്ക് മാടക്കൻ തണ്ടോണ്ട് അടി കൊടുക്കൂലേ? പൊട്ടത്തിയെ, അതെങ്ങനെ? ആ പേപ്പറിൽ നിന്റെ പേരല്ലേ? അതിനാണല്ലോ സൂത്രം. എന്റെ പേര് വെട്ടിട്ട് ഞാൻ അവളുടെ പേര് എഴുതി ചേർക്കും അവിടെ. അങ്ങനെയൊക്കെ പറ്റുമോ? എന്താ പറ്റാതെ? ഞാനിത് ഈ പേപ്പർ ഇപ്പൊ തൽക്കാലം എന്റെ ബാഗിൽ എടുത്ത് വെച്ചിട്ട് എന്റെ പേപ്പർ എടുത്തിട്ട് പേര് മാറ്റിയിട്ട് അവളുടെ അച്ഛന്റെ അടുത്ത് കൊണ്ടേ കൊടുത്താലോ? എന്തിന്? എടി പൊട്ടത്തിയെ, അവളുടെ അച്ഛനാകുമ്പോഴേ വീട്ടിൽ പോയ പാടന്നെ അവളുടെ അമ്മയുടെ അടുത്ത് കൊടുക്കൂലേ തക്കടുവാവിടെ പേപ്പർ ആണെന്ന് പറഞ്ഞോണ്ട്. ഹായ്, അത് സൂപ്പർ ഐഡിയ കേട്ടോ. മീനുവിന് ബുദ്ധിയില്ലാന്ന് ആരാ പറഞ്ഞേ? മീനുവിന് നല്ല ബുദ്ധിയാ. അങ്ങനെ വഴിക്ക് വാ. എന്താ കുട്ടികളെ, ചോക്ലേറ്റ് വേണോ? ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട അങ്ങളെ. പിന്നെന്തിനാ വെറുതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിക്കണത്? പോയി ക്ലാസ് പോയി കാണി.
അവരവിടെ നിന്നോട്ടെ മൂപ്പാ. അതല്ലെന്ന് ഇപ്പൊ ബെല്ലടിക്കുന്ന്. ഞങ്ങളെ അങ്കിളിനെ പരീക്ഷ പേപ്പർ തരാൻ വന്നതാ. പരീക്ഷ പേപ്പറോ? അതിനിപ്പോ ഞാൻ പരീക്ഷ എഴുതിയിട്ടൊന്നുമില്ലല്ലോ. അതല്ല അങ്കിളെ, അങ്കിളല്ല, തക്കുടുവാവ് പരീക്ഷ എഴുതിട്ടില്ലേ, അതിന്റെ പേപ്പറാണ്. അതെന്തിനപ്പൊ ഇന്റെ അടുത്ത് തരുന്നത്? തക്കുടു അവിടെ അടുത്ത് കൊടുത്താളാ, ഓള് കൊണ്ടുപോയിട്ട് അമ്മയുടെ അടുത്ത് കൊടുത്തോളും. അതല്ല അങ്കിളെ, ഇത് അങ്കിളിന്റെ അടുത്ത് തരാൻ പറഞ്ഞു തക്കുടുവാവ. അതെന്തിനപ്പോ? അപ്പൊ എന്താ ചക്രു ബാബക്ക് അത് പൊന്തൂലേ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്? അതല്ല അങ്കിളെ, ഇതൊരു സർപ്രൈസ് ആണ്. അതങ്ങോട്ട് കൊടുക്കടി ചക്കി. ഈ പേപ്പറില്ലേ തക്കുടുവാവക്കൊന്നും കാണിച്ചു കൊടുക്കണ്ട, നേരെ കൊണ്ടുപോയിട്ട് തക്കുടുവാവനെ അമ്മയുടെ കൈ കൊടുത്താൽ മതി. അതെന്തിനാ ഞാൻ അങ്ങനെ ചെയ്യണേ? അതല്ലേ, ഇത് നേരെ കൊണ്ടുപോയിട്ട് തക്കുടുവാവനെ അമ്മയുടെ കൈ കൊടുത്താലേ തക്കുടുവാവക്ക് ഒരുപാട് സന്തോഷാവും. പിള്ളേരെ എന്തിനാ ഇങ്ങനെയൊക്കെ? ഒന്നിനല്ല അങ്കിളെ, അത് വെറുതെ ഒരു തമാശയാണെന്ന്. ആ, തമാശയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അങ്കിളെ പറഞ്ഞതുപോലെ ബൈ ബൈ. തക്കുടുവാവേ, മൂർക്കം പാമ്പിനെ നമ്മൾ ചവിട്ടിക്കണട്ടോ. മൂർക്കം പാമ്പോ? എവിടെ ചിന്നസേ? എടി പെണ്ണേ, ആ ചക്കിടി മീനിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നമ്മൾ അവരെ കളിയാക്കി ചിരിച്ചില്ലേ, അത് നന്നായി കൊണ്ടിട്ടുണ്ട് രണ്ടാൾക്കും. ഞാനും വിചാരിച്ചു ചിന്നസേ, ഇവിടത്തെ മൂർക്കം പാമ്പ് വന്നിട്ട് നമ്മൾ ചവിട്ടിന്ന്. ഓലിച്ച് മൂർക്കം പാമ്പ് എന്ന് പറഞ്ഞത് ഓല് രണ്ടാളേ വെറും നീർക്കോലിയാണ്, നീർക്കോലി. അതടി വെന്നടി പറഞ്ഞു നാവട്ടില്ല, അതാ വന്നു. ഹോ, ഇവിടെ പോയാലുണ്ടല്ലോ രണ്ടാളും. ഇപ്പൊ ഫുള്ള് മാർക്ക് കിട്ടിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? ഫുള്ള് മാർക്കോ? ആർക്ക്? മീന നീ വെറുതെ കള്ളം പറയണ്ടാട്ടോ, എനിക്ക് ഫുള്ള് മാർക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. വിനയം വിനയം. അല്ലടി, സത്യമായിട്ട് എനിക്ക് ഫുള്ള് മാർക്ക് കിട്ടിയിട്ടില്ല. നീയൊക്കെ അഹങ്കരിക്ക്, നിനക്കൊക്കെ ഉള്ള പണി ഞാൻ തരുന്നുണ്ട്. അതൊക്കെ കരുതിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇരിക്കണേ. കണ്ടോ കണ്ടോ, ഓൾക്കാണ് ചിന്നുവിനേക്കാൾ ഇത്തിരി അഹങ്കാരം കൂടുതല്. അഹങ്കരിക്കട്ടെടി, ഓൾ അഹങ്കരിക്കട്ടേന്ന്. അതിലിപ്പോ ഞാൻ എന്ത് പറഞ്ഞത്? നീ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നീ നല്ല കുട്ടിയല്ലേ. അടുത്ത തവണ നോക്കിക്കോ, ഞങ്ങൾ തന്നെ ഫസ്റ്റ് പഠിക്കും. അപ്പോഴും ഈ ചിരിയും കളിയൊക്കെ കാണണം കേട്ടോ. വാടി ചക്കി, നമുക്ക് പോവാം ക്ലാസ്സിലേക്ക്. ചിന്നുസേ, എന്താ? എന്നെ കണ്ടാലേ